ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിബി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും അല്ലെ, ഒരു സെറ്റ് എക്സാം എഴുതി കഴിഞ്ഞവരോ അല്ലെങ്കിൽ കേറ്ററ്റ് എക്സാം എഴുതി കഴിഞ്ഞവരോ എല്ലാവരും നമ്മൾ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് HS എക്സാം എന്ന് പറയുന്നത്. ഒരു HSST നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഒരു HSST കിട്ടുക. പക്ഷെ അത്ര കഷ്ടപ്പാട് കൂടാതെ നമ്മളിലോട്ട് എത്തുന്ന ഒരു എക്സാം ആണ്, ഇല്ലേ? അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് റാക്ക് ചെയ്യാവുന്ന എക്സാം ആണ് ഏതെന്ന് പറയുന്നത് HS എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് ടോപ്പിക് നമ്മൾ പഠിക്കണം, ബോട്ടണിയും ഉണ്ട് സുവോളജിയും ഉണ്ട്. എങ്കിൽ പോലും വളരെ ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇതിൽ കാണുക അല്ലെ. ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ 100ൽ 70 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സബ്ജക്ട്, കോർ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ആ 70 ക്വസ്റ്റ്യൻസിനകത്ത് ഒരു 50 ക്വസ്റ്റ്യൻസും ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ലല്ലോ, നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിച്ചാൽ പോരെ എന്ന്. അങ്ങനെയല്ല. ഒരു HSA അധ്യാപിക ആകാനായിട്ട് കാത്തിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം ഇപ്പോഴേ ആരംഭിക്കണം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കിട്ടാവുന്ന 3-4 മാസം കൊണ്ട് തീരാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത്. ഒരു ലോങ് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലോങ് സിലബസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ബോട്ടണിയും ഉണ്ട് സുവോളജിയും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ അല്ലെ. നമ്മളൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ വിട്ട സബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പൊ ഞാൻ സുവോളജിയാണ്, അപ്പോൾ ബോട്ടണി എന്ന് പറയുന്നത് നമ്മൾ ഒരു സബായിട്ട് മാത്രം പഠിച്ചിട്ടുള്ളതാണ്. അത് അവിടെ വെച്ചേ കളഞ്ഞിട്ട് പോകുന്നവരാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയം പിടിക്കും അല്ലെ. നമ്മുടെ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പഠനം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ HSA റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് 1ാമത്തെ റാങ്ക് മുതൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു, നമ്മുടെ HSA നാച്ചുറൽ സയൻസിൽ 1ാമത്തെ റാങ്ക് നേടിയ ഷിനുകുമാർ മുതൽ പിന്നീട് വരുന്ന എല്ലാവരും ഒരുപാട് റാങ്കുകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ റാങ്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ച ആ ടീമിൽ ഒരാളെന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നു, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങാം അല്ലെ. ഇപ്പം മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങിയാലാണ് നോട്ടിഫിക്കേഷൻ. ഒരു 3-4 മാസം അത്രയൊന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും HSAയുടെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ മാത്രമല്ല, ഈ HSAയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഖാദർ കമ്മിറ്റി നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു HSA എക്സാം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലെ. ലയനം നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു HSA പോസ്റ്റ് ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ HSA എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങുക. ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ അടുത്ത വർഷത്തെ ലിസ്റ്റ് ആകുമ്പോഴേക്കും ഇവിടെ നിങ്ങളുടെ പേരും കൂടെ ഈ കൊടുത്തിട്ട് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനിമൽ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം പോറിഫറൻസിനെ കുറിച്ചാണ് അല്ലെ. ഇതിനകത്ത് ഫൈലം എപ്പോഴും ഇപ്പൊ ബോട്ടണി പഠിച്ച ആളുകളാണെങ്കിൽ അവർക്ക് എപ്പോഴും മാറിപ്പോകുന്ന അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂസിങ് ആകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അനിമൽ ഡൈവേഴ്സിറ്റിയാണ് അല്ലെ. കാരണം നമുക്കറിയാം അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആവർത്തിച്ച് പഠിച്ചാൽ മാത്രം നമ്മുടെ മനസ്സിലിരിക്കുന്നത്. കാരണം ഒരുപാടധികം അനിമൽസ്, കുറെ അധികം സയന്റിഫിക് നെയിംസ്, കുറെ അധികം ക്ലാസ്സുകൾ, ഈ ടേംസ് എല്ലാം വരുമ്പോഴേക്കും നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. ഇത് ഏത് ഫയലത്തിൽ പഠിച്ചാണ്, ആ ഫയലുമാണോ ഈ ഫയലുമാണോ എന്നൊക്കെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ട രീതി എന്താന്ന് വെച്ചാല് ഒരു എല്ലാ ഫയലും കൂടെ ഒരിക്കലും ഒന്നിച്ചിരുന്ന് പഠിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. ഇപ്പൊ അത് സുവോളജി പഠിച്ച ആളെ സംബന്ധിച്ചോ ഉള്ള കാര്യമായെങ്കിൽ പോലും നമ്മളൊരു 3 ഫയലും പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഒരു അനിമൽസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഏത് ഫയലത്തിലാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചെടുക്കാനായിട്ട് സമയം എടുക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഒരു ഫയലം നന്നായി പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ഫയലത്തിലോട്ട് പോകാൻ പാടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഫയലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീക്യാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ റീക്യാപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ അനിമൽസും ആ ഫയലത്തിനകത്തുള്ള ഓരോ പ്രോപ്പർട്ടീസും നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഒരിക്കലും നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഒരിക്കലും ഈ 10 ഫയലംസ്, ഇപ്പൊ നമുക്ക് 11 ഫയലംസോളം പഠിക്കാനുണ്ട്, ഈ 11 ഫയലവും ഒരുമിച്ച് പഠിച്ച് നേടിയെടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളവരാണെങ്കിൽ സാധിക്കുമായിരിക്കും, തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു നോർമൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഒന്നിച്ച് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഫയലം പഠിച്ച് ഏറ്റവും തറവായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ,
അടുത്ത ഫൈലം പഠിക്കാൻ പാടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കിൽ തന്നെ ഇത് ഒന്നും പഠിക്കാനും പോകരുത്. 2-3 ആഴ്ചയുടെ ഗ്യാപ്പ് ഇട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാൻ പാടുള്ളൂ. ആദ്യത്തെ ഫൈലം പഠിച്ച് നന്നായിട്ട് ഉറപ്പിച്ചു. പിന്നീട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഈ ഫൈലത്തിനെ കുറിച്ചും ഈ ആനിമൽസിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഇല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തെല്ലാം എന്ത് ചെയ്തോളുക, ഇത് ഓർക്കുക. അല്ലാതെ എപ്പോഴും ഇതിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് ഈ ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പഠിക്കുന്നതിനോടൊപ്പം ഇല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടി ഓർക്കുക. അത് ചിലപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്തായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുളിക്കുന്ന സമയത്താവും, ഇല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താവും. അങ്ങനെയുള്ള സമയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഓർമ്മ ശക്തി നിലനിർത്താൻ പറ്റുമോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാനതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഇതെനിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല, ഇത് നമ്മൾ മറന്നു പോകും കേട്ടോ. അപ്പൊ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫൈലമാണ് ഏതെന്ന് പറയുന്നത്, ഫൈലം പോരിഫെറ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഫൈലം പോരിഫെറ ശരിക്കും നമ്മുടെ HSS സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളാത്ത കാര്യമാണ്. പക്ഷെ HSS സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ HSS സിലബസിനകത്ത് ഇല്ലാത്ത കാര്യം നമ്മൾ പിന്നെ പഠിക്കണോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പോർഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിലബസിനകത്തുള്ള പോർഷൻസ് എന്ന് പറയുന്നതിനകത്ത് ആ പ്രിന്റ് ചെയ്തിരിക്കുന്ന പോർഷൻസിനകത്ത് പുറത്തൊന്നും ക്വസ്റ്റ്യൻസ് വരും അല്ലെ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഡിഗ്രിക്ക് പഠിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണോ +2 പഠിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണോ 10th വരെ പഠിച്ചത്, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എവിടെ ചോദിക്കും, HSS എക്സാമിൽ ചോദിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് സിലബസിനകത്ത് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. കാരണം അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട് അല്ലെ. നമ്മളൊരു ബേസ് ലെവലിൽ നിന്ന് തുടങ്ങുന്ന എപ്പോഴും ഒരു HSS എക്സാമിന്റെ ഏറ്റവും ബേസ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ +2 എടുക്കുക. ആ +2 പുസ്തകങ്ങൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പിന്നീട് ഒരു PG ലെവലിലോട്ടോ, അല്ലെങ്കിൽ PG ലെവലിലോട്ട് പോകേണ്ട ആവശ്യം വരാറില്ല, ഒരു ഡിഗ്രി ലെവലിലോട്ടൊക്കെ പോകേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ അനിമൽ ഡൈവേഴ്സിറ്റി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഫൈലം എന്ന് പറയുന്നത് ഫൈലം പോരിഫെറയാണ്. എന്തെല്ലാമാണ് അതിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ഫൈലം പോരിഫെറ ആ പേരിന് അല്ലെങ്കിൽ ഫൈലം പോരിഫെറയെ നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുക സ്പോഞ്ചസുകൾ എന്നാണ് അല്ലെ. സ്പോഞ്ചസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൈലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഫൈലമാണ്, ഫൈലം പോറിഫെറൻസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ആ ഫൈലത്തിന് പോറിഫെറൻസ് എന്ന പേര് വരാനായിട്ട് കാരണം, എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ ധാരാളം ചെറിയ അവരുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ടാവും, ചെറിയ ചെറിയ പോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവും. ഈ ദ്വാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവയെ നമ്മൾ എന്ത് പേരിൽ പറയാൻ കാരണം, പോറിഫെറൻസ് എന്ന പേരിൽ പറയാൻ കാരണം, അല്ലെങ്കിൽ പോറിഫെറൻസ് എന്ന പേരിൽ വിളിക്കാനായിട്ട് കാരണം. ഈ ഓരോ പോഴ്സിനെയും അല്ലെങ്കിൽ ചെറിയ ദ്വാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓസ്റ്റിയ. എന്തെന്ന് വിളിക്കും, ഓസ്റ്റിയ എന്ന് വിളിക്കും. അപ്പൊ ഫൈലം പോറിഫെറ അവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് സ്പോഞ്ചസുകള്. അവയുടെ ബോഡിയിൽ കാണപ്പെടുന്ന ചെറിയ മൈന്യൂട്ട് പോഴ്സുകളെ, മൈന്യൂട്ട് ദ്വാരങ്ങളെ എന്തെന്ന് വിളിക്കും, ഓസ്റ്റിയ എന്ന് വിളിക്കും. പിന്നെ ഫൈലം പോറിഫെറൻസ് നമ്മൾ പഠിക്കുന്ന ഏറ്റവും ബേസ് ലെവലിലുള്ള ഫൈലമാണ് എന്ന് പറയുന്ന ഫൈലം പോറിഫെറൻസ്. ആദ്യത്തെ ബഹുകോശ ജീവികളായിട്ട് കണക്കാക്കപ്പെടുന്നവ ഏത് ഫൈലത്തിൽ വരുന്നവരാ, ഈ ഫൈലം പോറിഫെറൻസിൽ വരുന്നവരാണ്. ഏറ്റവും ആദ്യത്തെ ബഹുകോശങ്ങളാൽ നിർമ്മിതമാണ് അവരുടെ ബോഡിയെങ്കിലും പക്ഷെ അവരുടെ കോശങ്ങൾ ഒരു ക്രമരഹിതമായ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുക. ഒരു വെൽ അറേഞ്ച്മെന്റ് നമ്മൾ പഠിക്കുന്നതാണ്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും പല രീതിയിൽ നമുക്ക് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യും അല്ലെ. അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന അറേഞ്ച്മെന്റ്സ് ഓഫ് സെൽസ് ആണ്, അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. പക്ഷെ ക്രമരഹിതമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന കോശങ്ങളോട് കൂടിയിട്ടുള്ള ഈ കോശങ്ങള് അല്ലെങ്കിൽ ഈ ബോഡിയുള്ള ഈ അനിമൽസിനകത്ത് അവർ കാണിക്കുന്ന ഘടനാതലം, പലതരത്തിലുള്ള ഘടനാതലമുണ്ട്. ചില ആനിമൽസില് കോശങ്ങളായിരിക്കും അവരുടെ ബയോളജിക്കൽ ഫങ്ഷൻസ് ചെയ്യുക. ചില അനിമൽസിലാണെങ്കിലോ ടിഷ്യൂ ആയിരിക്കും, കലകളായിരിക്കും ചെയ്യുക. ചിലതിനകത്ത് ഓർഗൻസ് ചെയ്യുന്നവരുണ്ടാവും, ചിലതിനകത്ത് ഓർഗൻ സിസ്റ്റം ആ ഫങ്ഷൻ ചെയ്യുന്നവരുണ്ടാവും. ഇവർക്ക് ധാരാളം ബഹുകോശ ജീവികളായിട്ട് കൂടിയും ഇവര് എന്ത് തലത്തിലുള്ള ഘടനാതലത്തിൽ വരുന്നവരാണ്, കോശക തലത്തിലുള്ള ഘടനാതലത്തിൽ വരുന്നവരാണ്. ബഹുകോശ ജീവികളാണ്, പക്ഷെ എങ്കിലും അവർ കാണിക്കുന്ന ഘടനാതലം എന്ന് പറയുന്നത് എന്ത് ഘടനാതലമാണ്, കോശക തലമാണ്. ഇനി എന്തുകൊണ്ടാണ് കോശക തലം? പലതരത്തിലുള്ള കോശങ്ങൾ ഇവരുടെ ബോഡിയിൽ കാണുന്നുണ്ട്. ആ പല കോശങ്ങളായിരിക്കും പലതരം ഫംഗ്ഷനുകൾ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കാൻ കാരണം, കോശക തലത്തിലുള്ള ഘടനാതലത്തിൽ വരുന്ന ജീവികൾ എന്ന് വിളിക്കാനായിട്ട് കാരണം. ഇനി അവരുടെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കിയേക്കാം. നമ്മൾ പറഞ്ഞു അറിയപ്പെടുന്നത് സ്പോഞ്ചസുകൾ എന്നാണ്. കൂടുതൽ പോറിഫെറൻസും എവിടെ ജീവിക്കുന്നവരായിരിക്കും, ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്
മറൈൻ ഹാബിറ്റാറ്റ് ആണ്, അല്ലെങ്കിൽ സമുദ്രജലത്തിൽ കാണപ്പെടുന്നവരായിരിക്കും. പിന്നെ അവരുടെ സമമിതി, ഇത് നമ്മൾ സിമെട്രി എന്ന് പറയും, ആ സമമിതിയാണ്. ഒരു 95% പോറിഫറൻസ് കാണിക്കുന്ന സമമിതി. ആ സമമിതി എന്ന് വെച്ചാൽ എന്താ, അവരുടെ ബോഡി പാർട്സിനെ ഏതൊരു പ്ലെയിനിലൂടെ നോക്കിയാലും എന്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല, ഈക്വൽ ഹാഫ്സ് ആയിട്ട്, ഇല്ലെങ്കിൽ ഒരു മിറർ ഇമേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്, 2 മിറർ ഇമേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, ആ സമമിതി എന്ന് പറയാം. പലതരത്തിലുള്ള സമമിതിയുണ്ട്. ആ സമമിതിയുണ്ട്, വ്യാസാർത്ഥ സമമിതിയുണ്ട്, ദ്വിപാർശ്വ സമമിതിയുണ്ട്, അങ്ങനെ പല സമമിതിയുണ്ട്. ഇവരുടെ ബോഡി എന്ത് ചെയ്യാൻ സാധിക്കില്ല, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഒരു പ്ലെയിനിലൂടെ, അതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ നോക്കിയാലും സെൻട്രൽ പ്ലെയിനിലൂടെ നോക്കിയാലും ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബോഡിയെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ജീവികൾ എന്ത് കാണിക്കുന്നവരായിരിക്കും, ആ സമമിതി കാണിക്കുന്ന ജീവികളാണ്. ഇനി അവയിലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് എക്സെപ്ഷൻ എന്ന് വെച്ചാൽ, ചില ജീവികൾ അത് എന്ത് കാണിക്കുന്നവരായിരിക്കും, വ്യാസാർത്ഥ സമമിതി കാണിക്കുന്നവരായിരിക്കും. ഇതിനകത്ത് വ്യാസാർത്ഥ സമമിതി കാണിക്കുന്ന ഒരു ജീവികളിലെ സ്പീഷീസ് എന്ന് പറയുന്നത് സ്കൈഫയാണ്. സ്കൈപ്പ എന്ന് പറയുന്ന ഒരേ ഒരു പോറിഫറൻസിലും മാത്രം എന്തായിരിക്കും കാണിക്കുക, വ്യാസാർത്ഥ സമമിതി ആയിരിക്കും. ഒരു എക്സെപ്ഷൻ കേസാണ്. സാധാരണഗതിയിൽ വരുന്ന ജീവികൾ കാണിക്കുന്നത് അസമമിതിയാണ്. പക്ഷെ സ്കൈഫ എന്ന് പറയുന്ന ഒരു പോറിഫറൻസിൽ മാത്രം എന്ത് സമമിതി ആയിരിക്കും കാണിക്കുക, വ്യാസാർത്ഥ സമമിതി ആയിരിക്കും കാണുക. ഇനി അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ എൻഡോസ്കെൽറ്റൻ ആണ്. അല്ലെ, നമ്മുടെ ബോഡിയിലൊക്കെ എൻഡോസ്കെൽറ്റൻ ആണ്. നമ്മുടെ എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിർമ്മിതമാ, ബോൺസ് കൊണ്ട് നിർമ്മിതമാണ്, ആണല്ലോ, ആണ്. ഇവരുടെ പോറിഫറൻസിന്റെ എൻഡോസ്കെൽറ്റൻ നിർമ്മിതമായിരിക്കുന്നത് 2 തരത്തിലുള്ള സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഒന്ന് സ്പൈക്യൂളുകളും 2 സ്പോഞ്ചിയോ നാരുകളുമാണ്. എന്തെല്ലാമാണ്, സ്പൈക്യൂളുകളും സ്പോഞ്ചിയോ നാരുകളും. ഇതിനകത്തെ സ്പൈക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെ നമ്മൾ വിളിക്കും സ്ക്ലീറോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. സ്ക്ലീറോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൈക്യൂളുകൾ കൊണ്ടും, അതുപോലെ തന്നെ സ്പോഞ്ചിയോ ബ്ലാസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോഞ്ചിൻ നാരുകൾ കൊണ്ടുമാണ് അവരുടെ ബോഡിയിൽ എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, എൻഡോസ്കെൽറ്റൻ, അവരുടെ ആന്തരിക അസ്ഥികൂടം നിർമ്മിച്ചിരിക്കുന്നത് എന്തെല്ലാം വസ്തുക്കൾ കൊണ്ടാണ്, സ്പൈക്കൂളുകൾ കൊണ്ടും അതുപോലെ സ്പോഞ്ചിൻ ഫൈബേഴ്സ് കൊണ്ടാണ്. അതിനകത്ത് സ്പോഞ്ചിൻ ഫൈബേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെ നമ്മൾ എന്ന് വിളിക്കും, സ്പോഞ്ചിയോ ബ്ലാസ്റ്റുകൾ എന്ന് വിളിക്കും. അതേസമയം സ്പൈക്കൂളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെ നമ്മൾ എന്ന് വിളിക്കും, സ്ക്ലീറോബ്ലാസ്റ്റുകൾ എന്ന് വിളിക്കും. പിന്നീട് മറ്റൊരു ഫൈലത്തിൽ നിന്നും ഈ ഫൈലത്തിനെ യൂണിക് ആക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബോഡി കാണുന്ന നീർച്ചാൽ വ്യവസ്ഥയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയും. എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അവർ കോശക തലത്തിലുള്ള ഘടനാതലത്തിലുള്ള ജീവികളാന്ന് പറഞ്ഞു, അല്ലെ, പലതരത്തിലുള്ള കോശങ്ങളാണ് അവരുടെ ബോഡിയിൽ ഓരോരോ ഫങ്ഷൻസ് ചെയ്യുക. അപ്പൊ അവരുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്നത് എങ്ങനെയാണ് അവരുടെ ബോഡിയിൽ ഫുഡ് ഗ്യാതറിംഗ് നടക്കുക, എങ്ങനെയാണ് എക്സ്ക്രീഷൻ നടക്കുക, ഈ സിസ്റ്റങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഏത് വ്യവസ്ഥയിലൂടെയാണ്, നീർച്ചാൽ വ്യവസ്ഥയിലൂടെയാണ്. അപ്പൊ നീർച്ചാൽ വ്യവസ്ഥ നമ്മൾ പഠിക്കുമ്പോൾ കുറെ അധികം കോശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം, അല്ലെ. ഏതെല്ലാം കോശങ്ങളാണെന്ന് നമുക്ക് നോക്കിയാലോ, നമുക്ക് നോക്കിയേക്കാം. നമ്മൾ പറഞ്ഞു ഇവരുടെ ബോഡിയിൽ ധാരാളം മൈന്യൂട്ട് പോർസ് ഉണ്ട്, ഇവര് സമുദ്രജല ജീവികളാണെന്ന് പറഞ്ഞു, അല്ലെ. സമുദ്രജല ജീവികളുമാണ്, അതുപോലെ ഇവരുടെ ബോഡിയിൽ ധാരാളം മൈന്യൂട്ട് പോർസ് ഉണ്ട്. ആ പോർസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഓസ്റ്റിയ എന്ന് പറയും. എന്തെന്നാ ആ പോർസിന് പറയുന്ന പേര്, ഓസ്റ്റിയ. ഈ ഓസ്റ്റിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെ നമ്മൾ പോറോസൈറ്റുകൾ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക, പോറോസൈറ്റുകൾ എന്ന് വിളിക്കും. അതുപോലെ പോറോസൈറ്റുകളുണ്ട്. ആ പോറോസൈറ്റുകളിലൂടെയാണ് എന്ത് ചെയ്യുക, ഈ സമുദ്രജലം അവരുടെ ബോഡിയുടെ ഒരു സെൻട്രൽ ക്യാവിറ്റിയിലെത്തുക. ആ സെൻട്രൽ ക്യാവിറ്റി അല്ലെങ്കിൽ മെയിൻ ക്യാവിറ്റിയെ നമ്മൾ വിളിക്കും സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക, സ്പോഞ്ചോസീൽ. ഓസ്റ്റിയ എന്ന് പറയുന്ന മൈന്യൂട്ട് പോറ, അതുപോലെ തന്നെ അവയിൽ ബോഡി കാണുന്ന ഒരു സെൻട്രൽ ക്യാവിറ്റി, അതിനെ നമ്മൾ സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. ഈ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ അതിനൊരു ബോർഡർ ആയിട്ട് വേറൊരു തരത്തിലുള്ള സെല്ലുകൾ നമുക്ക് കാണാം. ആ സെല്ലുകളെ നമ്മൾ കൊയാനോസൈറ്റുകൾ എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക, കൊയാനോസൈറ്റ്. ചൊയാനോസൈറ്റ് നല്ല ഇത് വായിക്കുക, കൊയാനോസൈറ്റുകൾ എന്നാണ്. മറ്റൊരു പേരിലും കൂടെ ഇത് അറിയപ്പെടും, കൊയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് എന്ന് വിളിക്കും. ഇതൊരു ഫ്ലജല്ലേറ്റഡ് സെൽസ് ആണ്. കോളർ സെൽസ് അഥവാ കൊയാനോസൈറ്റ്സ് ഫ്ലജല്ലേറ്റഡ് സെൽസ് ആണ്. മൂവ്മെന്റിന് സാധ്യമായുള്ള ഫ്ലജല്ലേറ്റ് കാണുന്നതുകൊണ്ടാണ് അവയെ ഫ്ലജല്ലേറ്റഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി അവ കൂടാതെ
ഇവരുടെ ബോഡിയിൽ നിറച്ചും, അതായത് മീസോഡേമിനും, മീസോഡേം എന്ന് പറയുന്നത് ഇവരെ നമ്മൾ പറഞ്ഞു ദീപ്ലാസ്റ്റികത കാണിക്കുന്ന ജീവികളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താ ദീപ്ലാസ്റ്റികത എന്ന് വെച്ചാൽ എക്ടോഡേമും ഉണ്ടാവും, അതായത് 2 ജേം ലെയേഴ്സിൽ നിന്നാണ് ഇവരുടെ എംബ്രിയോണിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ എന്ന് വിളിക്കുക ദീപ്ലാസ്റ്റികത എന്ന് വിളിക്കുക. 3 ജേം ലെയേഴ്സ് ആണ് ആകെ ഉള്ളത്, ഒരു എക്ടോഡേമും ഒരു എൻഡോഡേമും ഒരു മീസോഡേമും. ഇതിനകത്ത് ദീപ്ലാസ്റ്റികതയുള്ള ജീവികളിൽ എന്ത് മാത്രമേ കാണൂ? ഏറ്റവും പുറമെയുള്ള എക്ടോഡേമും ഉണ്ടാവും, ഏറ്റവും ഉള്ളിലുള്ള ആന്തരപാളിയായിട്ടുള്ള എൻഡോഡേമും ഉണ്ടാവും. ഏറ്റവും ഉള്ളിലുള്ള ആന്തരപാളിയും ഏറ്റവും പുറമെയുള്ള ബാഹ്യപാളിയും ഉണ്ടാവും അല്ലെ. ഇവരുടെ നടുക്കായിട്ട് വേറൊരു പാളിയും കൂടിയുണ്ട്, ആ പാളിയെ നമ്മൾ മീസോഡേം എന്ന് വിളിക്കും. ആ മീസോഡേം ഇവർക്ക് ഉണ്ടാവില്ല. പകരം മീസോഡേമിന് പകരം അവരുടെ ബോഡിയിൽ എന്തുണ്ടാവും? മീസോഗ്ലിയ ആയിരിക്കും ഉണ്ടാവുക. ആ മീസോഗ്ലിയയില് പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞ സ്പൈക്യൂൾസ് കാണപ്പെടുന്നത്, സ്പോഞ്ചസിൽസ് കാണപ്പെടുന്നത്, നോട്ട് സ്പോഞ്ചസിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് കാണപ്പെടും. അതുപോലെ ഇവിടെ അമീബോസൈറ്റ്സുകളുണ്ട്. എന്തുണ്ട്? അമീബോസൈറ്റ്സുകൾ. ഇതാണ് ശരിക്കും ഫുഡ് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കോശങ്ങൾ എന്ന് പറയുന്നത്. ഈ അമീബോസൈറ്റ്സുകളും എല്ലാം കാണും. ഇവയെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് എന്ത് വ്യവസ്ഥ നടപ്പിലാക്കുന്നത്? നീർച്ചാൽ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. ഈ ഓരോ ചെറിയ പോഴ്സ് ഓസ്റ്റിയയിലൂടെ ഉള്ളിലെത്തുന്ന വെള്ളം എന്ത് ചെയ്യാം? ആ വെള്ളത്തിൽ എവിടെ എത്തിച്ചേരും? ഈ സെൻട്രൽ ക്യാവിറ്റി ആയിട്ടുള്ള സ്പോഞ്ചോസീലിൽ എത്തിച്ചേരും. ആ സ്പോഞ്ചോസീലിൽ വെച്ചിട്ടാണ് അതിന് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള റെസ്പിറേറ്ററി ഗ്യാസസ് കിട്ടുന്നത്. ഫുഡ് ഗ്യാതറിംഗ് നടത്തുന്നത്. ഫുഡ് ഗ്യാതറിങ്ങിന് സഹായിക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുക അമീബോസൈറ്റ്സ് എന്ന് പറയാം. ആ വരുന്ന വെള്ളത്തിൽ നിന്ന് അമീബോസൈറ്റ്സുകൾ എന്തിനെ കളക്ട് ചെയ്യും? ഫുഡിനെ കളക്ട് ചെയ്യും. പിന്നെ എക്സ്ക്രീറ്ററി, ഇവരുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രോജനസ് വേസ്റ്റിനെ എല്ലാം എന്ത് ചെയ്യും? ഈ വാട്ടറിലോട്ട് എക്സിറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാട്ടറിനെ എക്സ്പെൽ ചെയ്യണം അല്ലെ, അവരുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളണം. എങ്ങനെ പുറന്തള്ളും? അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് നമുക്ക് പറയാം. ഓസ്കുലം എന്ന് പറയും. എന്തെന്നാ വിളിക്കുക? ഓസ്കുലം. അപ്പൊ ഓസ്റ്റിയോ എന്ന് പറയുന്ന കുറെ മൈനോട്ട് പോഴ്സിലൂടെ കയറുന്ന വെള്ളം ഒരൊറ്റ ഓപ്പണിങ്ങിലൂടെയാണ് എന്ത് ചെയ്യാം? പുറത്തോട്ട് പോകുക. ആ സിംഗിൾ ഓപ്പണിങ്ങിനെ എന്തെന്നാ പറയുന്നത്? ഓസ്കുലം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? 3-4 കോശങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ഒന്ന് പോറോസൈറ്റ് ആണ്. ഓസ്റ്റിയ ബിയറിംഗ് കോശങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുക പോറോസൈറ്റ് എന്ന് പറയാം. അമീബോസൈറ്റ്സ് ഉണ്ട്, എന്തിനു സഹായിക്കും? ഫുഡ് ഗ്യാതറിങ്ങിന് സഹായിക്കും. കൊയാനോസൈറ്റ്സ് എവിടെ കാണപ്പെടുന്നത്? സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെൽസിനെയാണ് നമ്മൾ കൊയാനോസൈറ്റ്സ് അഥവാ കോളർ സെൽസ് എന്ന് പറയുന്ന ഫ്ലജലേറ്റഡ് സെൽസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അവയിൽ കാണപ്പെടുന്ന ഒരു സെൻട്രൽ ക്യാവിറ്റി എന്തെന്ന് വിളിക്കും? സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. ശരിക്കും ഇവർ സീലോമിക് സെൽസ് ആണ്. ഇവർക്കൊരു ബോഡി വാൾസിനോ ഗട്ട് വാളിനോ ഇടയിലോ ക്യാവിറ്റി ഇല്ല. പക്ഷെ ഇവർക്കൊരു മെയിൻ സെൻട്രൽ ക്യാവിറ്റി ആയിട്ട്, ബോഡി ക്യാവിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു സെൻട്രൽ ക്യാവിറ്റി ആണുള്ളത്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? സ്പോഞ്ചോസീൽ എന്ന് വിളിക്കുക. ആ സ്പോഞ്ചോസീലിൽ എത്തുന്ന വെള്ളം എക്സിറ്റ് ചെയ്യുന്നത് ഏത് ഓപ്പണിങ്ങിലൂടെയാണ്? ഓസ്കുലം എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണ്. അത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഓർത്തിരുന്ന നീർച്ചാൽ വ്യവസ്ഥയുടെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? നീർച്ചാൽ വ്യവസ്ഥയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ഗ്യാതറിങ്, ആഹാരം സമ്പാദിക്കുന്നതിൽ, ആഹാരം നേടുന്നതിന് സഹായിക്കും. ദെൻ ശ്വസനം നടക്കാനുള്ള ഗ്യാസുകളെ തേടാനായിട്ട് സഹായിക്കും. പിന്നെ വിസർജനം നടത്താനും സഹായിക്കും. ഇവ 3 ആരുടെ ഫങ്ഷൻ? നീർച്ചാൽ വ്യവസ്ഥയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ ദഹനം കോശാന്തര ദഹനമാണ്, അല്ലെങ്കിൽ ഇൻട്രസെല്ലുലാർ ഡൈജഷൻ എന്ന് നമ്മൾ പറയും. ഇൻട്രസെല്ലുലാർ ഡൈജഷൻ ആണ് അവരുടെ ബോഡിയിൽ നടക്കുന്നത്. അമീബോസൈറ്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുക? അവർ ഫുഡിനെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അവരുടെ ബോഡിയിൽ 2 തരത്തിലുള്ള റിപ്രൊഡക്ഷൻ നടക്കും. 2 രീതിയിലുള്ള റിപ്രൊഡക്ഷൻ ആണുള്ളത്. ഒന്ന് എസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കും, സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കും. എസെക്ഷൽ എന്ന് വെച്ചാൽ അലൈംഗിക പ്രത്യുൽപാദനവും നടക്കും, ലൈംഗിക പ്രത്യുൽപാദനവും നടക്കും. ഇതിനകത്ത് അലൈംഗിക പ്രത്യുൽപാദനമാണ് എങ്കിൽ ഏതെല്ലാം രീതികളിലാണ്? ബഡ്ഡിങ്ങും വിഘടനവുമാണ്. ഏതെല്ലാം രീതിയാണ്? ബഡ്ഡിങ്ങും വിഘടനവും. എന്താണ് ബഡ്ഡിങ് എന്ന് നമുക്കറിയാം അല്ലെ. ഇതാണ് അവരുടെ ബോഡി എങ്കിൽ ഈ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ബഡ് ഫോം ചെയ്യും. പിന്നീട് എന്താകും? ഈ ബഡ് വളർന്നു വലുതായി എന്തായിട്ട് മാറും? പുതിയൊരു ജീവിയായിട്ട് മാറും. അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിഘടനമുണ്ട് അല്ലെ. അവരുടെ ബോഡി എന്തായിട്ട് മാറും? പല ഖണ്ഡങ്ങളായിട്ട് അല്ലെങ്കിൽ പല പാർട്ടുകളായിട്ട് ആദ്യം എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ പാർട്ടും പിന്നീട് എന്തായിട്ട് മാറും? ഒരു പർട്ടിക്കുലർ ജീവിയായിട്ട് മാറും. അതിനെ നമ്മളെന്ന് വിളിക്കും? വിഘടനം എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് വിഘടനം, എന്താണ് ബഡ്ഡിങ് എന്ന് മനസ്സിലായോ? ഇതാണ് എസെക്ഷൽ മോഡ്, അല്ലെങ്കിൽ അലൈംഗിക രീതിയിൽ നടക്കുന്ന പ്രത്യുൽപാദനമാണ് നമ്മൾ പറഞ്ഞ ബഡ്ഡിങ്ങും വിഘടനവും. രണ്ടാമത്തത് സെക്ഷൽ
റിപ്രൊഡക്ഷനും ഉണ്ട് അല്ലെ. അപ്പൊ സെക്ഷൽ റിപ്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പ് മറ്റൊരു ടേം കൂടെ പഠിക്കണം. ഈ സ്പോഞ്ചുകൾ എന്ന് പറയുന്ന ഉഭയബന്ധ ജീവികൾ എന്ന് പറയും അല്ലെ. ഇംഗ്ലീഷിലാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്നാ പറയാ. എന്തെന്നാ വിളിക്കുക? ഹെർമാഫ്രോഡൈറ്റ്സ്. അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഉഭയബന്ധ ജീവികൾ എന്ന് പറയുന്നത്. എന്താണ് ഉഭയബന്ധ ജീവികൾ എന്ന് വെച്ചാല് രണ്ട് ഗ്യാമേറ്റുകളും മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും എവിടെ തന്നെ കാണും? ഒരു സിംഗിൾ ഓർഗാനിസത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഉഭയബന്ധ ജീവികൾ എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഉഭയബന്ധ ജീവികളുടെ രീതിയിൽ റിപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആന്തര ബീജസങ്കലനമാണ്. എന്താണ് ആന്തര ബീജസങ്കലനം എന്ന് വെച്ചാല് റിപ്രൊഡക്ഷൻ നടക്കുന്നത് അതിനകത്ത് മെയിൽ ഗ്യാമേറ്റ്സും ഉണ്ട് ഫീമെയിൽ ഗ്യാമേറ്റ്സും ഉണ്ട്. ഇവ രണ്ടും കാണപ്പെടുന്ന ശരീരത്തിനകത്ത് വെച്ചാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ശരീരത്തിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ പറയുന്ന പേരാണ് ആന്തരബീജ സങ്കലനം. ഇപ്പൊ ഇതാണ് സ്പോഞ്ചസ് എന്ന് വിചാരിക്കുക. ഒരു അഡൽട്ട് സ്പോഞ്ചസ് എന്ത് സെല്ലുകളെ റിലീസ് ചെയ്യും? സ്പോം സെല്ലുകളെ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന സ്പോംസ് മറ്റൊരു സ്പോഞ്ചിന്റെ ബോഡിയിലോട്ട് എത്തിച്ചേരുന്നു. അവിടെ കാണുന്ന എഗ്ഗുമായിട്ട് എന്ത് ചെയ്യും? ഫെർട്ടിലൈസ് ചെയ്യും. ആ ഫെർട്ടിലൈസ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ടിന് റിപ്പീറ്റഡ് ക്ലീവേജ് നടക്കും. ക്ലീവേജ് നടന്ന് കുറച്ച് ലാർവ സ്റ്റേജിലൂടെയൊക്കെ പോകും. അങ്ങനെ ലാർവ സ്റ്റേജിലൂടെ പോയിട്ട് എന്ത് ചെയ്യും? പുതിയൊരു സ്പോഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് സാധാരണഗതിയിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ഭ്രൂണവികാസം എന്ന് പറയുന്നത് പരോക്ഷമാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ലാർവൽ സ്റ്റേജ് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത പോയിന്റ് അവിടെ നിന്ന് പഠിക്കാനുള്ളതാണ്. സ്പോഞ്ചസിൽ കാണുന്ന ലാർവ, ആ ലാർവയെ നമ്മൾ വിളിക്കും പാരൻ കൈമ്യൂള എന്ന് വിളിക്കും. സ്പോഞ്ചസിൽ കാണുന്ന ലാർവയെ വിളിക്കുന്ന പേരെന്താ? പാരൻ കൈമ്യൂള എന്ന് വിളിക്കും. എന്താണ് പാരൻ കൈമ്യൂള എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ലാർവൽ സ്റ്റേജ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ സ്പോഞ്ചസ് ലൈഫ് സൈക്കിൾ. സ്പോഞ്ചസിന്റെ ലൈഫ് സൈക്കിളിൽ കാണപ്പെടുന്ന ലാർവൽ സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് പാരൻ കൈമുള എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലുള്ള റിപ്രൊഡക്ഷൻ, സെക്ഷൽ റിപ്രൊഡക്ഷനും അസെക്ഷൽ റിപ്രൊഡക്ഷനും. എന്താണ് ഉഭയബന്ധ ജീവികൾ എന്ന് വെച്ചാൽ both male and female gamete that is present in a single organism. That type of organism is called what? Hermaphrodites അഥവാ ഉഭയബന്ധ ജീവികൾ എന്ന് പറയും. ഇനി എന്തുകൊണ്ടാണ് പരോക്ഷ രീതിയിലുള്ള വികസനം എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? കാരണം അവയിൽ ലാർവൽ സ്റ്റേജസ് ഉണ്ട്. ആ ലാർവൽ സ്റ്റേജസിനെ എന്ന് വിളിക്കും? പാരൻ കൈമൂള എന്ന് വിളിക്കും. എന്താണ് പാരൻ കൈമൂള എന്ന് മനസ്സിലായോ? ഇനി ചില ജീവികളിൽ എന്തിന്റെ പ്രോപ്പർട്ടി കാണും? പുനരുജ്ജീവനറ്റിക് പ്രോപ്പർട്ടി കാണും അല്ലെ. ഏതെങ്കിലും ഒരു ബോഡി പാർട്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന് പുതുതായിട്ട് ഫോം ചെയ്യാനായിട്ട്, റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? പുനരുജ്ജീവന പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. ഇനി ഫൈലം പോറിഫെറൻസിനെ 3 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം ക്ലാസ്സുകളാണെന്ന് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അവരെ കാണപ്പെടുന്ന എൻഡോസ്കെലിറ്റന്റെ ബേസിസിലാണ് എന്ത് നടക്കുന്നത്? ഈ 3 ക്ലാസിഫിക്കേഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കാൽക്കേരിയ, ഡെസ്മോസ്പോഞ്ചിയ, ദെൻ ഹെക്സാക്ടിനിലിഡ, ഇങ്ങനെ 3 ക്ലാസ്സുകളായിട്ടാണ്. എന്തിന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ? അവരുടെ ബോഡിയിൽ ഏത് തരത്തിലുള്ള സ്കെൽട്ടൺ ആണോ ഉള്ളത്, ആ സ്കെൽട്ടൺ ഏതാണെന്ന് വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഫൈലം പോറിഫെറൻസിനെ കുറിച്ചാണ്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്ര +2 ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.